ഹായ് ക്രോഷ്യ ലവേഴ്സ്, എന്നോട് ഒത്തിരി കൂട്ടുകാരെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഇന്ന് നമുക്ക് ഈ ഒരു ക്യൂട്ട് പാണ്ടയുടെ ട്യൂട്ടോറിയൽ നോക്കാം. ബേസിക് സ്റ്റിച്ചസ് അറിയുന്നവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു മാജിക് റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിൽ 6 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യയാണുള്ളത്. ഓരോ ടൈം നമ്മൾ ചെയ്യുമ്പോഴും അതിനകത്ത് സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് നോക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. റൗണ്ട് 2ഉം റൗണ്ട് 3ഉം റൗണ്ട് 4 വരെ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ R4ൽ 24 സ്റ്റിച്ചസ് ആണ് വരുന്നത്. പിന്നെ വരുന്ന റൗണ്ട് 5, റൗണ്ട് 6, റൗണ്ട് 7 വരെ, അതായത് 3 റൗണ്ടിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്, ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ളതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവുക. 8th റോ വരുന്നത് 7 സിംഗിൾ ക്രോഷ്യ ആൻഡ് ഇൻക്രീസ്, അങ്ങനെ 3 ടൈംസ് ചെയ്യുക. 8th റോയുടെ ലാസ്റ്റ് ഹുക്കിൽ 2 സ്റ്റിച്ച് വരുന്ന ഇടത്ത് നിന്നും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഗ്രേ ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത്. ശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്യാം. 9th റൗണ്ട് വരുന്നത് 27 സിംഗിൾ ക്രോഷ്യ ആണ്. 10th റൗണ്ടും സെയിം ആസ് 9th റൗണ്ട് പോലെ തന്നെയാണ്. ബട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ വൈറ്റ് യാണിലേക്ക് അഗെയിൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 11th and 12th റൗണ്ട് 27 സിംഗിൾ ക്രോഷ്യ ആണ്, വൈറ്റ് യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അഗെയിൻ കളർ ചേഞ്ചസ് ഇൻ ടു ഗ്രേ. റൗണ്ട് 30 എന്ന് പറയുന്നത് 27 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. R14 മുതലാണ് നമ്മൾ ഡിക്രീസിങ് ചെയ്യാൻ പോകുന്നത്. R14ൽ സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 18 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുന്നത്. R15ൽ ഡിക്രീസിങ് മാത്രം 9 പ്രാവശ്യം ചെയ്ത് ടോട്ടൽ 9 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് പോളി ഫൈബർ ഉപയോഗിച്ചത് സ്റ്റഫ് ചെയ്യാം. ലാസ്റ്റ് റൗണ്ടായ 16th റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ലെഗ്സിൻ്റെ പാർട്ട് നോക്കാം. റൗണ്ട് 1ൽ നമ്മൾ ഫസ്റ്റ് ബോഡി ചെയ്തതുപോലെയുള്ള 6 സിംഗിൾ ക്രോഷ്യ ആണ് മാജിക് റിങ്ങിൽ ചെയ്യേണ്ടത്. ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് 2ലേക്ക് കടക്കാം. റൗണ്ട് 2 എന്ന് പറയുന്നതും 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള 2 എണ്ണം ഉണ്ടാക്കണം. 2 ലെഗ്സാണ് വരുന്നത്. പിന്നെ കുറച്ച് യാണ് ലീവ് ചെയ്യണം ടു സ്യൂ ഇൻ ടു ബോഡി. അടുത്തത് 2 കുട്ടി ആംസ് ചെയ്യാം. ചെയിൻ 3 ചെയ്തതിന് ശേഷം സ്റ്റിച്ചിനെ ടേൺ ചെയ്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ലെഗ്സിൽ ചെയ്തതുപോലെ തന്നെ കുറച്ച് യാണ് ലീവ് ചെയ്യണം ടു അറ്റാച്ച് ടു ദ ബോഡി. നെക്സ്റ്റ് വരുന്നത് ഇയേഴ്സ് ആണ്. ഇതും 2 എണ്ണം. ഭയങ്കര സിമ്പിളാണ്. ഇയേഴ്സ് ചെയ്യാനായിട്ട് മാജിക് റിങ്ങിൽ 3 സിംഗിൾ ക്രോഷ്യ വിതൗട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിനും യാണ് ലീവ് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാ പാർട്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ പാണ്ടേനെ കിട്ടുന്നതാണ്. നമ്മുടെ പാണ്ടേൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോക്ക് എല്ലാവരും തന്ന റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാത്തതോ ചെയ്യാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഒരിക്കലും മടിക്കേണ്ട, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ.